നമസ്കാരം, കോഡ് മലയാളത്തിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വെബ് ഡെവലപ്മെന്റിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ് ഡീബഗ്ഗിംഗ്. സോ ഡീബഗ്ഗിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു കോഡ് എഴുതുന്ന സമയത്ത് അത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ വർക്ക് ചെയ്യത്തില്ല. നമ്മുടെ കോഡിന്റെ ഏതെങ്കിലും ഒരു പാർട്ടിലെ ലോജിക് ആയിരിക്കും അത് വർക്ക് ആവാത്തത്. സോ അത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കുന്ന ടൂളാണ് ഡീബഗ്ഗറുകൾ. അതുപോലെ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മളെല്ലാ ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചില ഇഷ്യൂസ് നമ്മുടെ കണ്ണിൽ പെടാണ്ട് ഡിപ്ലോയ് ആവും. അങ്ങനത്തെ ഇഷ്യൂസിനെയാണ് ബഗ് എന്ന് വിളിക്കുന്നത്. അത്തരം ബഗ്ഗുകൾ കണ്ടുപിടിക്കാനുള്ള ടൂളുകളും കൂടിയാണ് ഡീബഗ്ഗർ. സോ ഡീബഗ്ഗർ അതുകൊണ്ട് തന്നെ ഡെവലപ്മെന്റ് ഫേസിലും അതുപോലെ തന്നെ മെയിൻ്റനൻസ് ഫേസിലും ഒക്കെ വളരെ അത്യാവശ്യമായിട്ടുള്ള ടൂളാണ് ഈ ഡീബഗ്ഗർ. ഒരുവിധം എല്ലാ പ്ലാറ്റ്ഫോം, ഇപ്പോൾ നമ്മൾ മൊബൈൽ വെബ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയാലും ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാ പ്ലാറ്റ്ഫോമിലെ പ്രോഗ്രാമിങ്ങിൻ്റെ ഒപ്പം അവർ അതിൻ്റെതായ ഡീബഗ്ഗിംഗ് ടൂളുകൾ നമുക്ക് തരും. സോ വെബ് ആപ്ലിക്കേഷനിൽ ഇങ്ങനത്തെ ടൂൾ തരുന്നത് ബ്രൗസർ തന്നെയാണ്. എല്ലാ ബ്രൗസർ എടുത്താലും ക്രോം ആണെങ്കിലും എഡ്ജ് ആണെങ്കിലും ഫയർഫോക്സ് ആണെങ്കിലും സഫാരി ആണെങ്കിലും എല്ലാത്തിലും ആ ബ്രൗസറിൽ തന്നെ ഒരു ഡീബഗ്ഗർ ടൂൾ ഉണ്ടാവും. ആ ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കോഡിലെ ഇഷ്യൂസ് കണ്ടുപിടിക്കുന്നത്. ഡീബഗ്ഗിംഗ് ടൂളുകളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുള്ള ഫീച്ചറുകളും അതെങ്ങനെ നമുക്ക് സഹായകരമാവുമെന്ന് നമുക്ക് ഈ വീഡിയോയിൽ പറഞ്ഞു പോകാം. ഓക്കെ, സോ അതിനുവേണ്ടി ഞാൻ ഒരു ചെറിയൊരു വെബ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. HTML, JavaScript, CSSന്റെ ഒരു ചെറിയൊരു വെബ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആപ്ലിക്കേഷൻ സിമ്പിൾ ആണ്. അതായത് ക്വസ്റ്റ്യൻ ആൻസർ കാണിക്കും. ഓരോ ക്വസ്റ്റ്യൻ അറ്റ് എ ടൈം കാണിക്കും. എന്നിട്ട് അതിൽ യൂസറിന് ഏത് കറക്റ്റ് ആൻസറിന് സെലക്ട് ചെയ്യാൻ പറ്റണം. അങ്ങനെ എല്ലാ ക്വസ്റ്റ്യനും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം എത്ര യൂസർ ശരിയാക്കി എന്നൊരു ആൻസറും കൊടുക്കണം. ഈ ആപ്ലിക്കേഷൻ എഴുതി, പക്ഷേ ഇത് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമുക്ക് ഡീബഗ്ഗറിന്റെ സഹായത്തോടു കൂടി ഇതെങ്ങനെ വർക്ക് ചെയ്യിപ്പിച്ചെടുക്കാമെന്നും കൂടി നമുക്ക് നോക്കാം. സോ ഇതാണ് ക്വിസ് ആപ്പ്. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ ചോദിക്കും. ഇവിടെ മൾട്ടിപ്പിൾ ചോയ്സ് ഓപ്ഷൻ വരുന്നുണ്ട്. ഇതിൻ്റെ ആൻസറുകൾ ഒന്ന് സെലക്ട് ചെയ്ത് അടുത്ത് വരുന്നുണ്ട്. അത് കറക്റ്റാണ്. അടുത്ത് വരുന്നുണ്ട്. പിന്നെ മൊത്തം ഇവിടെ 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. മൂന്നാമത്തെയും കൂടി ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കാണിക്കണം. അത് കാണിക്കുന്നില്ല. അത് ഇവിടെ തന്നെ നിൽക്കുകയാണ്. അതെന്താണെന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം. സോ അതിനൊക്കെ നമുക്ക് ഈ ഡീബഗ്ഗിംഗ് ടൂളുകൾ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. സോ നമുക്ക് കോഡിലേക്ക് കിടക്കാം. സോ ഈ കോഡ് മലയാളം ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്ന് പരിഗണിക്കുക. അത് ഈ ചാനലിൽ തരുന്ന വലിയൊരു ബൂസ്റ്റാണ്. കൂടാതെ തന്നെ നമ്മുടെ ചാനലിനകത്ത് HTML, CSS, React.js, Git തുടങ്ങിയതിൻ്റെ ഫുൾ ഇൻഡെപ്റ്റ് ട്യൂട്ടോറിയൽ കിടപ്പുണ്ട്. തീർച്ചയായും ആ പ്ലേലിസ്റ്റ് നോക്കുക. ഓക്കെ, സോ നമുക്ക് കോഡിലേക്ക് കിടക്കാം. സോ നമുക്കറിയാം ഒരു വെബ് ആപ്ലിക്കേഷനിൽ ഒരു ഫ്രണ്ട് എൻഡും ഉണ്ട്, ബാക്ക് എൻഡും ഉണ്ടാവും. സോ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഫ്രണ്ട് എൻഡ് ആപ്ലിക്കേഷൻ എങ്ങനെ ഡീബഗ് ചെയ്യാം എന്നുള്ളതാണ്. സോ ബാക്ക് എൻഡ് ലോജിക്കൽ ഡീബഗിംഗ്, ബാക്ക് എൻഡിൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജിന് അതിൻ്റെതായ ഡീബഗർ ടൂൾസുകൾ ഉണ്ടാവും. സോ ബാക്ക് എൻഡിൽ നിന്ന് സെൻഡ് ചെയ്യുന്ന ഡാറ്റ ഫ്രണ്ട് എൻഡിൽ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ അതിനകത്ത് HTML, CSS, JavaScript ആണ് മെയിനായിട്ട് ഉണ്ടാവുക. ആ ഫയൽ ഇഷ്യൂസ് എങ്ങനെ ഡീബഗ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോനകത്ത് നോക്കുന്നത്. സോ ബേസിക്കലി ഇതൊരു ഫ്രണ്ട് എൻഡ് ഡീബഗിംഗ് വീഡിയോ ആണ്. അതിനാണ് നമ്മൾ ബ്രൗസറിലെ ഡെവലപ്പർ ടൂൾസ് ഉപയോഗിക്കുന്നത്. ഡെവലപ്പർ ടൂൾസ് യൂസ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മളുടെ ആപ്ലിക്കേഷൻ ക്രോമിൽ ലോഡ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ മെനു ഐറ്റത്തിൽ നിന്ന് നമുക്ക് ഡെവലപ്പർ ടൂൾസ് എനേബിൾ ചെയ്യണം. ഓക്കെ, സോ അതിന് ഈ ക്രോമിൽ ഈ സൈഡിൽ കാണുന്ന 3 ഡോട്ട്സ് അടിച്ചു കഴിഞ്ഞാൽ ഈ മോർ ടൂൾസിനകത്ത് നമുക്കിവിടെ ഡെവലപ്പർ ടൂൾസ് കാണാൻ പറ്റും. ഓക്കെ, സോ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു വിൻഡോ താഴത്ത് ഓപ്പൺ ആയിട്ട് വരുന്ന കാണാൻ പറ്റും. ഓക്കെ, അത് ക്ലോസ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലോസ് ചെയ്യാം. സോ ഇങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ഏത് പേജിലാണെങ്കിൽ ആ പേജിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്പെക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് ഈ ഡെവലപ്പർ ടൂൾസ് നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഈ ഡെവലപ്പർ ടൂൾസിനകത്ത് നമുക്ക് കുറേ മെനു ഐറ്റംസ് കാണാം. സോ ഇതിനകത്ത് ഈ 4 ടാബാണ് നമ്മൾ ഈ വീഡിയോനകത്ത് മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. ബാക്കി ടാബുകൾ ഇതിൻ്റെ പെർഫോമൻസിനും സെക്യൂരിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, സോ ഈ ഡെവലപ്പർ ടൂൾസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിൽ ഒരു 3 കുത്ത് കാണാൻ പറ്റും. സോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് ടൂൾസ് എവിടെ വേണമെന്ന് നമുക്ക് പറയാം. പിന്നെ അതുകൂടാതെ ഇതിൻ്റെ മോർ ഓപ്ഷൻസുകൾ വേണമെങ്കിൽ ഈ സെറ്റിങ്സിൽ അടിച്ച് കഴിഞ്ഞാൽ മോർ ഓപ്ഷൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. സോ ഇതിന് നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് HTML, CSS, JavaScript ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് ഡീബഗ് ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ, ഇതിൽ HTML, CSS നമ്മൾ ഡീബഗ് ചെയ്യണമെങ്കിലാണ് നമ്മൾ ഇതിൽ ഫസ്റ്റ് ടാബ് ഉപയോഗിക്കുന്നതാണ് എലമെൻറ്റ്സ് ടാബ്. എലമെൻറ്റ്സ് ടാബിനകത്ത് ഇതിൽ കുറേ വിൻഡോ നമുക്ക് കാണാൻ പറ്റും. ഈ ലെഫ്റ്റ് സൈഡ് വിൻഡോനകത്താണ് നമ്മളുടെ പേജിനകത്തുള്ള HTML എലമെൻറ്റ്സുകളെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത്. സോ നമ്മുടെ കോഡ് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ HTML. ഓക്കെ, സോ ഇതിനകത്ത് ഫുൾ HTML ഇല്ല. ബാക്കി HTML, അതായത് ഈ ക്വസ്റ്റ്യൻസിൻ്റെ കണ്ടെയ്നറുകൾ മാത്രമേ ഉള്ളൂ. ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ API വെച്ച് വിളിച്ച ശേഷം ഈ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് കിട്ടിയ ശേഷമാണ് നമ്മൾ സ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ പേജിലോട്ട് ആഡ് ചെയ്യുന്നത്. സോ അങ്ങനെ ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ആ സമയത്ത് ലോഡ് ചെയ്ത എല്ലാ ഐറ്റവും ഈ സൈഡിൽ കാണാൻ പറ്റും. സോ എലമെൻറ്റ് ടാബ് എന്ന് പറയുന്നത് ബേസിക്കലി അത് ഡോം ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കാരണം ഈ ബ്രൗസർ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത HTML-ഉം അതുകൂടാതെ തന്നെ JavaScript-കളിൽ നിന്നും ഉണ്ടാക്കുന്ന എലമെൻറ്റ്സും എല്ലാം തന്നെ ഒരു ഒബ്ജക്റ്റിൻ്റെ ട്രീ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ആ ഒബ്ജക്റ്റുകളാണ് പിന്നെ നമ്മൾ ഈ പേജിൽ കാണാൻ പറ്റുന്നത്. സോ അതുകൊണ്ടാണ് ഈ ഏരിയനെ ശരിക്കും എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഡോം എന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ നമുക്കിതിൻ്റെ CSS-ഉം മറ്റ് ഇൻഫോർമേഷൻ നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്ക് ഇതെങ്ങനെ ഡീബഗ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഏത് എലമെന്റ് ആണോ വേണ്ടത്, സോ ഇവിടെ ഒരു ഇൻസ്പെക്ട് ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ എലമെന്റിന്റെ മുകളിൽ നമുക്ക് കൊണ്ടുവയ്ക്കാൻ പറ്റും.
ഓക്കെ, എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ആ എലമെൻറ്റ്. സോ ആ എലമെൻറ്റിൻ്റെ CSS എല്ലാം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ബട്ടൺ നോക്കിക്കഴിഞ്ഞാൽ ഈ കോഡിൽ നമ്മൾ ബട്ടണിന് നമ്മൾ CSS കൊടുത്തിട്ടുണ്ട്. ആ CSS നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ എല്ലാ എലമെൻറ്റും ഒരു ബോക്സ് മോഡലായിട്ടാണ് ബ്രൗസർ കാണുന്നത്. സോ ആ ബോക്സ് മോഡലിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ഇവിടെ കാണാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും എത്ര പാഡിംഗ് ഉണ്ട്, എത്ര മാർജിൻ ഉണ്ട് ആ എലമെൻറ്റിൽ നിന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ എലമെൻറ്റിൽ മൗസ് ഹോവർ ചെയ്താലും നമുക്ക് അതിൻ്റെ ചുറ്റും നമുക്കൊരു ഹാലോ പോലെ കാണാനൊക്കെ പറ്റും. ആ ഓറഞ്ച് കളറിൽ കാണുന്നതാണ് അതിൻ്റെ മാർജിൻ, ഡാർക്ക് ഗ്രീൻ പോലെ കാണുന്നതാണ് ഇവിടെയാണ് അതിൻ്റെ പാഡിങ്, ഇതാണ് അതിൻ്റെ കണ്ടന്റ്. ഓക്കെ, നമുക്കറിയാം CSSനകത്ത് ഒരു എലമെൻറ്റിന് ഒന്നിൽ കൂടുതൽ സ്റ്റൈലുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, പക്ഷേ അതിൽ ഏറ്റവും ആ സ്പെസിഫിസിറ്റി ഒക്കെ വെച്ചിട്ട് അവൻ ഏതെങ്കിലും ഒരു സ്റ്റൈലെ ഫൈനലി അവൻ എടുക്കത്തുള്ളൂ. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ ബട്ടൺ തന്നെ ഈ ബട്ടൻ്റെ മുകളിൽ ബാക്ക്ഗ്രൗണ്ട് റെഡ് കൊടുക്കാം. അതിനുശേഷം താഴത്ത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ രണ്ടിനും ഒരേ ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത സ്ഥിതിക്ക് ഇത് രണ്ടിനും ഒരേ സ്പെസിഫിസിറ്റിയുമായ സ്ഥിതിക്ക് രണ്ടാമത് കൊടുത്തതാണ് എടുക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഇൻസ്പെക്ട് എലമെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ബട്ടൺ അവൻ ബാക്ക്ഗ്രൗണ്ട് റെഡും കൊടുത്തു, അതിൻ്റെ മുകളിൽ ബാക്ക്ഗ്രൗണ്ട് ഗ്രീനും കൊടുത്തുകൊണ്ട് അവൻ ഇത് കട്ട് ചെയ്തിട്ട് അവൻ ഈ ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ഈ എലമെൻറ്റിന് ഫൈനലായിട്ട് എടുത്തത് ഏതൊക്കെ സ്റ്റൈലാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ ടാബിനകത്തോട്ട് പോകാം. എന്നിട്ട് ഇവിടെ ഫൈനലായിട്ട് അവനെടുത്ത സ്റ്റൈലുകൾ എന്തൊക്കെയാണെന്ന് ഇവനോട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവൻ റെൻഡർ ചെയ്തിരിക്കുന്ന ഫോണ്ട് ഏതാണെന്ന് ഇതിനകത്ത് കാണിക്കാൻ പറ്റും. ഇവൻ ലിസ്നേഴ്സ് ഉണ്ട്, അതായത് ഏതെങ്കിലും എലമെൻറ്റിന് നമ്മൾ വല്ല ഇവൻറ്റും കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആണ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നത്. അപ്പോൾ അതിനൊരു ക്ലിക്കിൽ നമ്മൾ ഇവിടെ കോഡ് നോക്കിക്കഴിഞ്ഞാൽ ഈ ക്ലിക്കിനകത്ത് അവൻ ചെയ്യാൻ കുറച്ച് ഫങ്ഷൻസ് വെച്ചിട്ടുണ്ട്. നമ്മൾ ആ ബട്ടൺ ഇൻസ്പെക്ട് ചെയ്തിട്ട് ഇവൻറ്റ് ലിസ്നേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ആ ക്ലിക്ക് ഇവൻറ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. സോ അതുപോലെ തന്നെ നമ്മളിത് പറഞ്ഞു, നമ്മളിവിടെ കാണുന്നതെല്ലാം ഡോം എലമെൻ്റ് ആണ്, HTML അല്ല, ഡോം അല്ല, ഇതൊക്കെ ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് ആണ്. ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റിന് ശരിക്കും ഈ ബട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. ബട്ടൺ ക്ലാസ് മാത്രമല്ല, അവന് HTML പോലെ കാണിക്കുന്നതുകൊണ്ട് അവനെല്ലാം കാണിക്കാൻ പറ്റത്തില്ല. ഇതിനകത്ത് എല്ലാ പ്രോപ്പർട്ടിയും കാണിക്കണമെങ്കിൽ ഇതിനകത്ത് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ബാക്കിയുള്ള എല്ലാ പ്രോപ്പർട്ടീസും ഇവിടെ കാണിക്കും. ഈ ടാബിന് ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് HTML എലമെൻറ്റൊക്കെ നമുക്ക് ഇവിടെ തന്നെ ലൈവായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ചേഞ്ചസ് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഈ എർത്ത് എന്നുള്ള ഈ ടെക്സ്റ്റ് മാറ്റണമെങ്കിൽ നമ്മളിവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ എർത്ത് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ലൈവായിട്ട് ഇവിടെ മാറുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ആസ് HTML എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ട് ഈ മൊത്തം HTML നമുക്ക് ഇവിടെ തന്നെ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റാം. സോ അത് HTML മാത്രമല്ല, നമുക്ക് CSSലും ചെയ്ത് നോക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഈ ബട്ടണിന് നമുക്ക് ഇത്ര വിഡ്ത്ത് വേണ്ട, 50% വിഡ്ത്ത് മതി. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഒന്ന് 50% വിഡ്ത്ത് എങ്ങനെ ഇരിക്കും കാണാൻ നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ആണെങ്കിൽ വിഡ്ത്ത് 100% ആണ് ഇവിടെ വരുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ ഒരു 50% ആക്കാം. പിന്നെ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോയിക്കോളും, കാരണം നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുന്നില്ലേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ അതിവിടെ ഈ CSSനകത്ത് വേണമെങ്കിൽ നമുക്കതിവിടെ വിഡ്ത്ത് 100% പകരം നമുക്കൊരു 50% കൊടുക്കാം. ഓക്കെ, സോ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇതൊക്കെ മോഡിഫൈ ചെയ്ത് കൊടുക്കാം. ഇനി വേണമെങ്കിൽ ഈ ക്വിസ് അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ഈ ഒരു ഇതിന് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സ്റ്റൈലൊന്ന് മാറ്റി വെക്കാം. നമുക്ക് ഇതിന് വേണമെങ്കിൽ ഇവിടെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഗ്രീൻ എന്ന് പറഞ്ഞ് കൊടുക്കാം, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഒരു ബ്ലൂ കൊടുക്കാം. സോ നമുക്ക് കളർ സെലക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്, ആ സ്ക്വയർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലുള്ള കളേഴ്സ് നമുക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്യാൻ പറ്റും, കളർ പിക്ക് ചെയ്യാൻ പറ്റും, റെൻഡർ അടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ മുകളിലും താഴത്തും സ്പേസ് ഇല്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു പാഡിങ് ഒരു 10 പിക്സൽ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്പേസിങ് വരും. സോ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഇത് രണ്ടും നമുക്ക് ഈ H1 എന്ന് പറഞ്ഞ സ്റ്റൈലിനായതുകൊണ്ട് നമുക്ക് രണ്ടും കോപ്പി ചെയ്യാം. എന്നിട്ട് നമ്മളുടെ H1 എന്ന് പറഞ്ഞ സ്റ്റൈൽ കൊടുത്തിട്ടുണ്ടോ നോക്കാം. H1 സ്റ്റൈൽ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൈൽ ഇവിടെ കാണാൻ പറ്റും. സോ അങ്ങനെ നമുക്ക് ഓരോ എലമെൻറ്റും നമുക്ക് ഇവിടുന്ന് തന്നെ നമുക്ക് ഇൻസ്പെക്ട് ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്ത് നോക്കാൻ പറ്റും. ഈ ആൻസർ കാണിക്കുന്ന മെനൂസിനൊന്നും നമ്മൾ പച്ച കളറല്ല കൊടുത്തേക്കുന്നത്, മറിച്ചൊരു ഗ്രേ കളർ കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതൊന്നും ഇവിടെ വന്നിട്ടില്ല. അതെന്താണെന്ന് ഇവിടെ നോക്കുമ്പോഴാണ് കാര്യം മനസ്സിലാവുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ID ആണ് ഓപ്ഷൻ, ഇവിടെ സ്റ്റൈലൊക്കെ കൊടുത്തിരിക്കുന്നത് ക്ലാസ്സിനാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ചെറിയ ബഗ് കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ നേരെ ആ ഇൻഡെക്സിനകത്ത് പോയിട്ട് ID ഓപ്ഷൻ ഉണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ വേണമെങ്കിൽ ഒരു ക്ലാസ്സും നമുക്കൊരു ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കൊടുക്കാം. പിന്നെ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഓപ്ഷൻസിനകത്ത് LIക്കകത്താണ് അവൻ ബാക്കി സ്റ്റൈൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഓപ്ഷനകത്ത് LI ഇല്ല, ബട്ടനാണ്. നമുക്ക് ഈ ബട്ടനൊക്കെ മാറ്റിയിട്ട് ഒന്ന് LI എന്ന് കൊടുത്ത് നോക്കാം. ഇവിടെയാണ് അത് എലമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ LI ഇട്ട് കൊടുത്തു. അപ്പോൾ കുറച്ചും കൂടി ഒരു വേറെ കളറായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കൊടുത്ത സ്റ്റൈലൊക്കെ അവിടെ വന്നിട്ടുണ്ടോ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ എലമെൻറ്റ് സെലക്ട് എടുത്തിട്ട് ഈ എലമെൻറ്റിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ LI സെലക്ട് ആയി. അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത സ്റ്റൈലൊക്കെ അവിടെ വന്നിട്ടുണ്ട്. സോ അതുപോലെ തന്നെ ടൈറ്റിലിൽ നമ്മൾ നേരത്തെ കൊടുത്ത ഫോണ്ട് സൈസ് കൂടുതലാണ് എങ്കിൽ നമുക്കത് വേണമെങ്കിൽ കുറച്ച് ഇവിടെ തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരോ മാർക്ക് ഉപയോഗിച്ചത് ചെറുതാക്കാനും വലുതാക്കാനൊക്കെ പറ്റും. സോ നമുക്കൊരു 32 പിക്സൽ മതി ക്വസ്റ്റ്യന്. അപ്പോൾ നമ്മൾ CSS പോയിട്ട് ഒരു 32 പിക്സലാക്കുന്നു. ഓക്കെ, സോ ഇങ്ങനെയൊക്കെ നമുക്ക് ഡീബഗ് ചെയ്യാൻ പറ്റും. സോ അതുപോലെ തന്നെ നമ്മൾ ഈ ഓപ്ഷൻസിന് നമ്മൾ ഡിസ്പ്ലേ ഗ്രിഡോ ഫ്ലെക്സോ വല്ലതും കൊടുക്കുകയാണെങ്കിൽ ഇവിടെ കാണാം ഇതിൻ്റെ ഡിസ്പ്ലേ ഗ്രിഡാണ് എന്നിവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇവിടെ ഗ്രിഡിൽ വേണമെങ്കിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ട്, അവനിവിടെ ഒരു ഗ്രിഡൊക്കെ വരച്ച് കാണിക്കുന്നുണ്ട്. ഒരു ഡോട്ടൊക്കെ എടുത്തിട്ട് ഗ്രിഡിന് എത്രയാണ് സ്പേസ് എടുത്തിരിക്കുന്നത് കാണിക്കുന്നുണ്ട്. സോ അതുപോലെ തന്നെ ഗ്രിഡിൽ പല ഓപ്ഷൻസും നമുക്കിവിടെ ഒരു ഡിസ്പ്ലേ ഗ്രിഡിൻ്റെ സൈഡിൽ വരും. ഇപ്പോൾ ജസ്റ്റിഫൈ ഐറ്റം റൈറ്റ് ആണെങ്കിൽ അത് റൈറ്റിൽ പോയി കിടക്കും, ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റിൽ പോയി കിടക്കും,
മിഡാണെങ്കിൽ മിഡ് പോയി കിടക്കും, ഒന്നുമില്ലെങ്കിൽ അത് സ്പ്രെഡ് ചെയ്ത് കിടക്കും. സോ അങ്ങനെ ജസ്റ്റിഫൈ കണ്ടന്റ് ഇതേപോലെ പല രീതിയിൽ കൊടുക്കാൻ പറ്റും, സ്റ്റാർട്ട് എൻ്റെ ഒക്കെ കൊടുക്കാൻ പറ്റും. ഇതൊരു സിമ്പിൾ ഗ്രിഡ് ആയതുകൊണ്ട് നമുക്ക് വലിയ ഓപ്ഷൻസ് കൊണ്ട് വലിയ കാര്യമില്ല. പക്ഷേ നമ്മൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ഗ്രിഡ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത്, ആ ലേബലിംഗ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ലേഔട്ടൊക്കെ ഇതിനകത്ത് കാണിക്കും. കുറച്ചുകൂടി എളുപ്പമുണ്ട് ഡീബഗർ ഉപയോഗിച്ച് നമുക്ക് ലേഔട്ട് ഫിക്സ് ചെയ്യാൻ. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം പറയാണ്ട്, ഇതിനകത്ത് ബ്രേക്ക് പോയിന്റ്സ് ഇടാൻ പറ്റും. ബ്രേക്ക് പോയിന്റിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെയെങ്കിലും ഒരു കോഡ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് പകുതിക്ക് വെച്ച് അതിനെ നിർത്തണം, അവിടെ പോസ് ചെയ്യണം. സോ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന സംഭവമാണ് ബ്രേക്ക് പോയിന്റ്. ബ്രേക്ക് പോയിന്റിനെ കുറിച്ച് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ജാവാസ്ക്രിപ്റ്റിന്റെ ഡീബഗിങ് ചെയ്യുമ്പോൾ പറയാം. പക്ഷേ ഇവിടെ ഒരു ഫീച്ചർ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് HTML-നകത്തും ചില സമയത്ത് ബ്രേക്ക് പോയിന്റ് ഹെൽപ്ഫുൾ ആവും. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഈ ക്വസ്റ്റിനകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബ്രേക്ക് ഓൺ എന്നുണ്ട്. ബ്രേക്ക് ഓൺ എന്ന് പറഞ്ഞിട്ട് ആട്രിബ്യൂട്ട് മോഡിഫിക്കേഷൻ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ജാവാസ്ക്രിപ്റ്റ് ഇതിൻ്റെ ആട്രിബ്യൂട്ട് മോഡിഫിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ അത് മോഡിഫൈ ചെയ്യുമ്പോൾ അപ്പോൾ അവിടെ ബ്രേക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഏത് ജാവാസ്ക്രിപ്റ്റാണ് ഇതിനെ മോഡിഫൈ ചെയ്യുന്നത്. ഇതിൻ്റെ ചൈൽഡ് എലമെൻറ്റുകളെയാണ് ഇതിലെ സബ് ട്രീ എന്ന് പറയുന്നത്. അതിൽ വല്ല മോഡിഫിക്കേഷൻ വരുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ബ്രേക്ക് ചെയ്യണമെങ്കിൽ ബ്രേക്ക് ഓൺ സബ് ട്രീ മോഡിഫിക്കേഷൻ കൊടുക്കാൻ. നോഡ് റിമൂവൽ എന്ന് പറഞ്ഞാൽ ആ നോഡ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഏത് ജാവാസ്ക്രിപ്റ്റാണ് നോഡ് റിമൂവ് ചെയ്യുന്ന അറിയാൻ വേണ്ടി നമുക്ക് അവിടെ ബ്രേക്ക് പോയിന്റ് എടുക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മളിവിടെ സബ് ട്രീ മോഡിഫിക്കേഷനിൽ ബ്രേക്ക് പോയിന്റ് ഇട്ടു. ബ്രേക്ക് പോയിന്റ് ഇട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഈ ഒരു ജാവാസ്ക്രിപ്റ്റാണ് ഇതിൻ്റെ ടെക്സ്റ്റ് മാറ്റണത്, ഈ എലമെൻറ്റിൻ്റെ ഈ ടെക്സ്റ്റ് മാറ്റുന്നത്. ഞാൻ അവിടെ വല്ല ബഗ് ഉണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇവിടെയാണ് ബ്രേക്ക് ചെയ്ത്, ഇനി ചിലപ്പോൾ ഇതിന് ശേഷമായിരിക്കും ബഗ്. സോ അങ്ങനത്തെ കേസിലാണ് നമുക്ക് ഇവിടെ മുകളിൽ കണ്ടത്, റൈറ്റ് കണ്ടോ, ഈ റൈറ്റിൽ സ്റ്റെപ്പ് ഓവർ എന്നാണ് പറയുന്നത്. ഈ സ്റ്റെപ്പ് ഓവർ കൊടുത്തു കഴിഞ്ഞാൽ 1 by 1 ലൈനായിട്ട് നമുക്ക് അങ്ങനെ പോകാം. അപ്പോൾ നമുക്ക് ഓരോ ലൈനിലും ഇതെന്താ നടക്കുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് എലമെൻറ്റിൽ വേണമെങ്കിൽ ബ്രേക്ക് പോയിന്റ് ഇടാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ നമുക്ക് തൽക്കാലം ബ്രേക്ക് പോയിന്റ് റിമൂവ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ എലമെന്റ്സിലിടുന്ന ബ്രേക്ക് പോയിന്റ് ഡൂം ബ്രേക്ക് പോയിന്റ്സ് എന്നാണ് പറയുക. സോ നമ്മൾ എലമെന്റ്സിലിട്ട് എല്ലാ ബ്രേക്ക് പോയിന്റ്സും കാണാൻ ഈ ടാബ് നോക്കിയാൽ മതി. സോ നമ്മൾ എലമെന്റ്സ് ടാഗിനകത്ത് പറഞ്ഞു, നമ്മളിവിടെ ഏത് എലമെന്റ് നമ്മൾ മൗസ് കൊണ്ട് ഹോവർ ചെയ്താലും അത് ഈ പേജിൽ ഏത് എലമെന്റാണെന്ന് കാണിച്ചു തരും. അതുപോലെ തന്നെ നമ്മൾ പേജിൽ നിന്ന് ഏതെങ്കിലും ഒരു എലമെന്റ് എടുത്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസ്പെക്ട് അടിച്ച് കഴിഞ്ഞാൽ ആ എലമെന്റ് ഇവിടെ സെലക്ട് ആവുകയും ചെയ്യും. ഓക്കെ, അങ്ങനെ 2 ഓപ്ഷൻ ഉണ്ട്. പക്ഷേ വലിയ പേജുകളൊക്കെ ആണെങ്കിൽ ഈ എലമെന്റ് ഇതിനകത്ത് എവിടെ കിടക്കണമെന്ന് നമുക്ക് സെർച്ച് ചെയ്യണമെങ്കിൽ വേറൊരു വഴിയും കൂടിയുണ്ട്. അതായത് Ctrl F അല്ലെങ്കിൽ Command F അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു സെർച്ച് കിട്ടും. നമുക്കത് വെച്ച് നമുക്ക് ടെക്സ്റ്റ് സെർച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ CSS സെലക്ടേഴ്സ് ഉപയോഗിച്ച് നമുക്ക് സെർച്ച് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഓപ്ഷൻസ് എന്ന് പറഞ്ഞ ഐഡി ഉണ്ടെങ്കിൽ #ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ആ എലമെന്റ് സെലക്ട് ആവും. ഓക്കെ, അതേപോലെ തന്നെ ഒന്നിൽ കൂടുതൽ ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇവിടെ ക്ലാസ് ഹിഡൻ ഒന്നിൽ കൂടുതലുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഹിഡൻ ആണല്ലോ ക്ലാസ് നെയിമിന്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 2 സെലക്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ആ 2 ഐറ്റം സെലക്ട് ചെയ്യും. അങ്ങനെ നമുക്ക് CSS-ലെ ഏത് സെലക്ടേഴ്സ് വേണമെങ്കിൽ കൊടുക്കാം. ഈ ഒരു സെലക്ട് ചെയ്ത എലമെന്റിനകത്തെ H2 എന്ന് കൊടുക്കണമെങ്കിൽ സ്പേസ് H2 എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ അതിനകത്ത് ഫസ്റ്റ് ചൈൽഡ് കൊടുക്കണമെങ്കിൽ ഫസ്റ്റ് ചൈൽഡ് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഫസ്റ്റ് ചൈൽഡുകളൊക്കെ കിട്ടും. സോ അങ്ങനെ CSS-ന്റെ ഏത് സെലക്ടേഴ്സ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. സോ ഇനിയാണ് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത്, അടുത്ത ടാബാണ് കൺസോൾ. ബേസിക്കലി ഉപയോഗിക്കുന്നത് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് എന്ന് വല്ലതും നമുക്ക് ഈ കൺസോളിലോട്ട് പ്രിന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് കൺസോൾ. അതിൽ ജാവാസ്ക്രിപ്റ്റിനകത്ത് അവരൊരു ഫംഗ്ഷൻ തരുന്നുണ്ട്, console.log എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള വാല്യൂ അതിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ റിഫ്രഷ് ചെയ്യുമ്പോൾ ആ വാല്യൂ നമുക്കിവിടെ പ്രിന്റ് ചെയ്ത് കാണാൻ പറ്റും. ഇനി ഒന്നിൽ കൂടുതൽ ഐറ്റങ്ങൾ ലോഗ് ചെയ്യണമെങ്കിൽ നമുക്ക് കോമ ഇട്ടിട്ട് നമുക്ക് ഫോർ എക്സാമ്പിൾ ഈ ഒബ്ജക്റ്റ് പ്രിന്റ് ചെയ്യണമെങ്കിൽ അവിടെ കൊടുക്കാം. അങ്ങനെ എത്ര വേണമെങ്കിൽ കോമ ഇട്ടിട്ട് നമുക്ക് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും. ഫസ്റ്റ് അത് പ്രിന്റ് ചെയ്തു, അടുത്തത് ഈ ഒബ്ജക്റ്റ് പ്രിന്റ് ചെയ്തു, പിന്നെ ഹലോ പ്രിന്റ് ചെയ്തു. ഓക്കെ, സോ ഈ ലോഗ് കുറേ രീതിയിലുണ്ട്. console.log ഉണ്ട്, പിന്നെ console.error ഉണ്ട്. ഓക്കെ, എററും ഇതേ ഫോർമാറ്റ് തന്നെ എടുക്കുന്നത്, പക്ഷേ എറർ റെഡ് കളറിലാണ് വരിക എന്ന് മാത്രമേ, എറർ എന്നൊക്കെ പറഞ്ഞു വരും. പിന്നെ അതേപോലെ console.warning ഉണ്ട്, അതൊരു വാർണിംഗ് ഐക്കണായിട്ട് വാർണിംഗ് മെസ്സേജ് ആയിട്ടാണ് വരിക. സോ ബേസിക്കലി എറർ വരുന്നത് നമ്മുടെ ആപ്ലിക്കേഷനിൽ വല്ല എററും വരാൻ സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ പ്രിന്റ് ചെയ്യുന്നതാണ് എറർ. ഫോർ എക്സാമ്പിൾ, നമ്മൾ API റിക്വസ്റ്റ് ചെയ്തു, API ഡാറ്റ ഒന്നുമില്ല, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എറർ ലോഗ് ചെയ്യാം. ഓക്കെ, അതേപോലെ തന്നെ എന്തെങ്കിലും വാർണിംഗ്സ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രിന്റ് ചെയ്യാം. ഇവിടെ ചെറിയ ഐക്കൺ ഉണ്ട് ഈ വിൻഡോ കാണിക്കാനുള്ളത്. ആ വിൻഡോ ഇവിടെ ഈ ഐക്കൺ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വിൻഡോ കാണാൻ പറ്റും. സോ ആ വിൻഡോയിൽ നമുക്ക് എറർ മാത്രമായിട്ട് കാണണമെങ്കിൽ എറർ, വാർണിംഗ്, ഇൻഫോർമേഷൻ ഇങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ഈ വിൻഡോ ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെയും നമുക്ക് വേണമെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതുകൂടാതെ നമുക്ക് ലോഗ് കുറച്ച് ഫോർമാറ്റ് ചെയ്യാനൊക്കെ പറ്റും. ടേബിൾ ഫോർമാറ്റിലൊക്കെ കാണിക്കാൻ പറ്റും. അതായത് നമുക്കിത് എടുത്ത് കളയാം. അതായത് നമുക്കൊരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ console.table എന്ന് പറഞ്ഞിട്ട് ഒബ്ജക്റ്റ് നമ്മൾ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതേപോലെ തന്നെ ടേബിൾ ഫോർമാറ്റിൽ അത് പ്രിന്റ് ചെയ്ത് തരും. അതേപോലെ തന്നെ നമുക്ക് കുറേ ലോഗുകൾ ഉണ്ടെങ്കിൽ നമുക്കത് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഒരുപാട് ലോഗ് ഉണ്ട്, പിന്നെ അടുത്ത സെക്ഷനിൽ ഇതേപോലെ തന്നെ നമ്മൾ വേറെയും പ്രിന്റ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഇങ്ങനത്തെ 2 ഗ്രൂപ്പ് ഓഫ് കുറേ ലോഗ്സ് ഉണ്ടെങ്കിൽ ഇത് മൊത്തം ഒരു ഗ്രൂപ്പ് ആക്കാം, ഇത് മൊത്തം വേറെ ഗ്രൂപ്പ് ആക്കണമെങ്കിൽ നമുക്ക് console.group എന്നും പറഞ്ഞിട്ട് ഫസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കൊടുക്കാം. എന്നിട്ട് അത് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ console.group end എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഓക്കെ, സോ അതുപോലെ തന്നെ രണ്ടാമത്തെ സെക്ഷനും സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കൊടുക്കാം. എന്നിട്ട് അത് ഗ്രൂപ്പ് എൻഡ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ സെക്ഷനും ഗ്രൂപ്പ് എൻഡ് എന്ന് പറഞ്ഞു കൊടുക്കാം. ഇങ്ങനെ ഗ്രൂപ്പ് ആക്കി കഴിഞ്ഞാൽ ഇതുണ്ട് ഇവിടെ കൊളാപ്സ് ചെയ്തിട്ട് ഇങ്ങനെ കൊളാപ്സബിൾ ആക്കാവുന്ന ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ലോഗ് കാണിക്കും. ബൈ ഡിഫോൾട്ട് കൊളാപ്സ് ചെയ്തിട്ടാണ് വരുന്നതെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് കൊളാപ്സ്ഡ് എന്ന് പറഞ്ഞു കൊടുക്കാം. സോ അങ്ങനെയാണെങ്കിൽ ഈ ഗ്രൂപ്പ് ബൈ ഡിഫോൾട്ട് കൊളാപ്സ്ഡ് ആയിരിക്കും. പിന്നെ ഈ കൺസോളിന്റെ ഈ സെക്ഷന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എലമെന്റ്സ് ടാബിലാണെങ്കിൽ നമുക്ക് എസ്കേപ്പ് അടിച്ചു കഴിഞ്ഞാൽ അടിയിൽ ഇതേപോലെ
കൺസോൾ തുറന്നു വരും. അതേപോലെ തന്നെ സോഴ്സസ് ടാബിലാണെങ്കിലും എസ്കേപ്പ് അടിച്ചിട്ട് നമുക്ക് താഴത്തെ കൺസോൾ തുറക്കാം. നെറ്റ്വർക്ക് ടാബിൽ നമുക്ക് കൺസോൾ തുറക്കാം. ഓക്കെ, അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ എലമെൻറ്റ് ടാഗിൽ എന്തിനാ കൺസോൾ തുറക്കണതിൻ്റെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഈ ഒരു എലമെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അറിയാം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഡോക്യുമെന്റ് ഡോട്ട് ക്വറി സെലക്ടർ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട് ജാവാസ്ക്രിപ്റ്റിൽ. അത് ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ നെക്സ്റ്റ് ബട്ടൺ എന്ന് പറഞ്ഞ് കൊടുക്കാം. സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റ് ഇവിടെ പ്രിന്റ് ചെയ്യും. എന്നിട്ട് അതിനകത്ത് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ നോക്കാം. ഓക്കെ, സോ ഇങ്ങനെ കൊടുക്കുന്നതിന്റെ പകരം ഈ കൺസോൾ ആയതുകൊണ്ട് മാത്രം ഡോളർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ പറഞ്ഞ നെക്സ്റ്റ് ബട്ടൺ കൊടുത്താലും മതി. ഈ ഡോക്യുമെന്റ് ഡോട്ട് ക്വറി സെലക്ടറിന്റെ പകരം ഡോളർ നെക്സ്റ്റ് ബട്ടൺ കൊടുത്താലും സെയിം എഫക്റ്റ് ആണ്. ഇനി അതുമല്ല, കുറച്ചുകൂടി ഷോർട്ട് കട്ട് വേണമെങ്കിൽ നമ്മൾ ഏതാണോ സെലക്ട് ചെയ്യേണ്ടത്, ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇതാണ് സെലക്ട് ചെയ്യേണ്ടത്, ഏതാണോ സെലക്ട് ചെയ്ത് അത് എപ്പോഴും $0 ആയിരിക്കും. $0 എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വാല്യൂ കിട്ടും. സോ നമ്മളിപ്പോൾ ആദ്യം ഇത് സെലക്ട് ചെയ്തു, പിന്നെ ഇത് സെലക്ട് ചെയ്തു, പിന്നെ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ $0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് സെലക്ട് ചെയ്തായിരിക്കും. $1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുന്നേ സെലക്ട് ചെയ്തതായിരിക്കും. $2 എന്ന് പറഞ്ഞാൽ അതിന് മുന്നേ സെലക്ട് ചെയ്ത് നമ്മൾ കണ്ടെയ്നറാണ്. സോ ആ ഓർഡറിൽ $5 വരെ എങ്ങാണ്ട് പോകാൻ തോന്നുന്നുണ്ട്. പക്ഷേ അതൊന്നും ഞാൻ അധികം യൂസ് ചെയ്യാറില്ല. $0 ആണ് മിക്കവാറും നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കാറ്. ഇതുപോലെ ഡോക്യുമെന്റ് ഡോട്ട് ക്വറി സെലക്ടറിനെ പോലെ തന്നെ ഡോക്യുമെന്റ് ഡോട്ട് ക്വറി സെലക്ടർ ഓൾ ഉണ്ട്. ക്വറി സെലക്ടർ ഓൾ എന്ന് പറഞ്ഞാൽ അതേപോലത്തെ എല്ലാം സെലക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ അവിടെ ഡിവ് കൊടുത്തു കഴിഞ്ഞാൽ ആ സെലക്ടറിൽ മാച്ച് ചെയ്യുന്ന എല്ലാം 5 എണ്ണം കൂടെ സെലക്ട് ചെയ്യുന്നുണ്ട്. ക്വറി സെലക്ടറിന് പകരമാണ് നമ്മൾ $, കൊടുത്ത് ക്വറി സെലക്ടർ ഓളിന് പകരം നമുക്ക് $, കൊടുക്കാം. $, എന്ന് പറഞ്ഞിട്ട് ഡിവ് കൊടുത്താൽ മതി. പിന്നെ കൺസോൾ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എറർ കൊടുത്തില്ലെങ്കിലും ഏതെങ്കിലും ഒരു കാരണവശാൽ നമ്മുടെ ആപ്ലിക്കേഷനിൽ എറർ ഉണ്ടെങ്കിൽ ആ എററും ഈ കൺസോളിൽ കാണിക്കും. ഉദാഹരണത്തിന് നമ്മൾ ഈ ചെയ്ത ആപ്ലിക്കേഷൻ 3 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിനകത്ത് 3 നമ്മൾ ആൻസർ ചെയ്തു. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ കൂടി ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്കോർ കാണിക്കേണ്ടതാണ്. പക്ഷേ അത് കാണിക്കാത്തതിൻ്റെ ഒരു കാരണം ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, ഇവിടെ ഒരു എറർ ഉണ്ട്. ഈ എറർ കാരണമാണ് അത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാകാൻ പറ്റും ഇതൊരു എറർ ഉണ്ട്. അത് ഏത് സ്ക്രിപ്റ്റിൽ ഏത് ലൈനിലാണ് എറർ എന്നൊക്കെ കാണിച്ചു തരും. നമുക്ക് ആ ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ എറർ കാണാം. എന്നിട്ട് നമുക്കത് സോൾവ് ചെയ്യാനും പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഈ ജാവാസ്ക്രിപ്റ്റ് കോഡിൽ എറർ കണ്ടുപിടിച്ച് നമുക്കത് ഫിക്സ് ചെയ്യണം. സോ അതിന് നമ്മൾ ബേസിക്കലി ഉപയോഗിക്കുന്നതാണ് ഈ സോഴ്സസ് എന്ന് പറഞ്ഞ ടാബ്. ഈ സോഴ്സസ് എന്ന് പറഞ്ഞ ടാബ് നമ്മുടെ ഫ്രണ്ട് എൻഡിനകത്തോട്ട് വരുന്ന എല്ലാ ഫയലുകളും നമുക്കവിടെ ലിസ്റ്റ് ചെയ്യും, ഏതൊക്കെ ഫയലുകളാണ് ഇവിടെ ലോഡ് ചെയ്തിരിക്കുന്നതെന്ന്. അതുപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റ് ഫയലുകൾ പ്രത്യേകിച്ച് നമുക്ക് ഡീബഗ് ചെയ്യാനൊക്കെ നമുക്ക് ഈ ടാബ് വളരെയധികം സഹായിക്കും. സോ എന്തൊക്കെ ഫീച്ചറുകൾ ജാവാസ്ക്രിപ്റ്റ് ഡീബഗ് ചെയ്യാൻ തരുന്നുണ്ട് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എസ്കേപ്പ് അടിച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കൺസോൾ കാണാൻ പറ്റും. സോ നമുക്ക് താഴത്തിടാം. ഓക്കെ, എന്നിട്ട് നമ്മൾ നേരത്തെ കണ്ട എറർ ഒന്നുകൂടി അടിച്ചു നോക്കാം. സോ ഇവിടെ എറർ വന്നിട്ടുണ്ട്. സോ എറർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആ എറർ കാണാൻ പറ്റുന്നുണ്ട്. ആ എറർ ഇവിടെ വൃത്തിക്ക് പറയുന്നുണ്ട്, കനോട്ട് സെറ്റ് പ്രോപ്പർട്ടി ഓഫ് നൾ. ഏത് പ്രോപ്പർട്ടിയാണ് സെറ്റ് ചെയ്യാൻ നോക്കുന്നത്? ഇന്നർ HTML. അപ്പോൾ ഇന്നർ HTML സെറ്റ് ചെയ്യാൻ നോക്കുകയാണ് ഇതിനകത്തോട്ട്, ക്വറി കണ്ടെയ്നറിനകത്തോട്ട്. അപ്പോൾ ക്വറി കണ്ടെയ്നർ നള്ളാണ്. അതാണ് ഇവിടുത്തെ എറർ. ക്വറി കണ്ടെയ്നർ എന്തുകൊണ്ട് നൾ വന്നു എന്നുള്ളതാണ് നമ്മളിവിടെ ഡീബഗ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത്. സോ ജാവാസ്ക്രിപ്റ്റ് ഡീബഗ് ചെയ്യാൻ മെയിൻ ആയിട്ട് നമ്മൾ അറിയേണ്ട ഒരു ഫീച്ചർ നമ്മൾ നേരത്തെ കണ്ടുപോലെ തന്നെ ബ്രേക്ക് പോയിന്റ് ആണ്. ബ്രേക്ക് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്തിട്ട് ഒരു പോയിന്റ് എത്തുമ്പോൾ അവിടെ നിർത്താനാണ് നമ്മൾ ബ്രേക്ക് പോയിന്റ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടെയാണ് നമ്മുടെ എറർ അടിച്ചത്. ഈ ലൈന് കോഡ് എക്സിക്യൂട്ട് ചെയ്യണക്കാട്ടി മുന്നേ നമുക്ക് കോഡ് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ലൈനിൽ മൗസ് ഓവർ ചെയ്തിട്ട് ആ ലൈനിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ബ്ലൂ ഐക്കൺ വരും. ഇതാണ് ബ്രേക്ക് പോയിന്റ്. ഓക്കെ, സോ നമുക്ക് പേജ് റിഫ്രഷ് ചെയ്യാം. റിഫ്രഷ് ചെയ്തിട്ട് നേരത്തെ പോലെ തന്നെ ഇതടിച്ചു, 3 അടിച്ചു. മൂന്നാമത്തെ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് എറർ വരുന്നത്. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വന്നു കൊണ്ട് അവിടെ സ്റ്റോപ്പ് ആയി കോഡ്. സോ അതാണ് ബ്രേക്ക് പോയിന്റ് എന്ന് പറയുന്നത്. സോ അവൻ പറയുന്നത് ക്വിസ് കണ്ടെയ്നർ നള്ളാണെന്നാണ് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ആ ക്വിസ് കണ്ടെയ്നർ വാല്യൂ എന്താണെന്ന് അറിയണമെങ്കിൽ ഒരുപാട് വഴിയുണ്ട്. ഒന്നല്ലേ നമുക്ക് ഈ കൺസോളിൽ പ്രിന്റ് ചെയ്ത് കൊടുക്കാം. ക്വിസ് കണ്ടെയ്നർ പ്രിന്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് അവിടെ നള്ളാന്ന് കാണാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് മൗസ് ചുമ്മാ അതിൻ്റെ മുകളിൽ ഹോവർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ കാണാൻ പറ്റും. അത് നള്ളാന്ന് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഈ റൈറ്റ് സൈഡിലെ വിൻഡോനകത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു വാച്ച് കൊടുക്കാം. നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ക്വിസ് കണ്ടെയ്നർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ക്വിസ് കണ്ടെയ്നറിൻ്റെ അപ്പത്തെ വാല്യൂ എന്താണോ അത് ഇവിടെ വരും. അപ്പോൾ ആ വാല്യൂ നള്ളാണ്. നള്ളിൽ ഒരിക്കലും ഒബ്ജക്റ്റ് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്വിസ് കണ്ടെയ്നർ എവിടെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോക്കണം. നമുക്ക് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെ നോക്കുന്ന സമയത്ത് ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID ക്വിസ് കണ്ടെയ്നർ. ക്വിസ് കണ്ടെയ്നർ എന്ന് പറഞ്ഞാൽ ഐഡിയുള്ള എലമെന്റ് എടുക്കാൻ നോക്കണം. ഇങ്ങനത്തെ ഒരു എലമെന്റ് ഉണ്ടോ നമുക്ക് നോക്കാം. നമ്മൾ എലമെന്റ്സ് ടാബിൽ പോകുന്നു. എന്നിട്ട് ഐഡിയ ആണല്ലോ, ഐഡിയ ആകുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഹാഷ് വെച്ചിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടണം. അത് കിട്ടുന്നില്ല. അവിടെ 0 ആണ് അവിടെ കാണിക്കുന്നത്. അതായത് അങ്ങനത്തെ ഒരു കണ്ടെയ്നറേ ഇല്ല. അങ്ങനത്തെ പേരുള്ള വല്ലതും ഉണ്ടോ നമുക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു കണ്ടെയ്നർ ഉണ്ട്, അത് ഐഡിയ അല്ല, അത് ക്ലാസ് ആണ്. ഓക്കെ, അതാണ് അതിൻ്റെ തെറ്റ്. അപ്പോൾ നമുക്ക് ബഗ് കിട്ടി. അപ്പോൾ നമുക്കത് ഫിക്സ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ ക്വിസ് കണ്ടെയ്നറിന് ഒരു ഐഡിയും കൂടി കൊടുക്കാം, അതേ പേര് തന്നെ. ഓക്കെ, ഇനി അത് എക്സിക്യൂട്ട് ചെയ്ത് പൊക്കോട്ടെ. ഇനി മതി, ഇവിടെ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിരിക്കല്ലേ. ഇവിടെ നമ്മൾ കംപ്ലീറ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ പ്ലേ ബട്ടൺ അമർത്തിയാൽ മതി. അത് എക്സിക്യൂട്ട് ചെയ്ത് പോയി. നമുക്ക് ഒന്നുകൂടി റിഫ്രഷ് ചെയ്യാം. 1 2 3 അടിച്ചു, ഇവിടെ വന്നു. ഇനി ക്വിസ് കണ്ടെയ്നർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ അത് നള്ളല്ല, അതിനകത്ത് ഡാറ്റയുണ്ട്. ഓക്കെ, സോ ഇനി നമുക്ക് പ്ലേ റൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ യുവർ സ്കോർ ഈസ് 2 out of 3 എന്ന് വന്നു. സോ ബ്രേക്ക് പോയിന്റ് ഇടുമ്പോൾ നമുക്ക് ഒന്നുകൂടി റൺ ചെയ്യാം. ഒന്നുകൂടി റൺ ചെയ്ത് കാണിക്കാം. ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കിടക്കുന്ന കാണാൻ പറ്റും. ഈ കാണുന്ന ഓപ്ഷനുമായിട്ട് അത് സാമ്യമുണ്ട്. ഇതിൽ ആദ്യത്തെ പ്ലേ ബട്ടൺ ഇല്ലേ, ഈ പ്ലേ ബട്ടൺ ആണ് ഈ പ്ലേ ബട്ടൺ. അതുപോലെ തന്നെ ഈ ഏരോ മാർക്കാണ് ഈ ഏരോ മാർക്ക്. ഓക്കെ,
സോ ഈ പ്ലേ ബട്ടൺ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്രേക്ക് പോയിന്റ് കഴിഞ്ഞിട്ട് പിന്നെ കോഡ് അങ്ങ് എക്സിക്യൂട്ട് ചെയ്ത് പോയിക്കോളും. അടുത്ത ആ വളഞ്ഞ ഏരോ മാർക്കിന് പറയുന്ന പേരാണ് സ്റ്റെപ്പ് ഓവർ ഫംഗ്ഷൻ. അതായത് ഓരോരോ ലൈനായിട്ട് ഇത് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, സോ അത് കാണണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി വലിയ ഫംഗ്ഷനിൽ ബ്രേക്ക് പോയിന്റ് ഇടാം. ഫസ്റ്റ് ഈ റീസെറ്റ് ബട്ടണിലെ ഇതിൽ നമുക്ക് ബ്രേക്ക് പോയിന്റ് ഇടാം. ഈ ബ്രേക്ക് പോയിന്റ് ഇത് റീസെറ്റ് ബട്ടൺ അമർത്തുമ്പോൾ ഈ ബ്രേക്ക് പോയിന്റിലാണ് വരുന്നുണ്ട്. ഈ റീസെറ്റ് ബട്ടൺ അമർത്താം. ഈ റീസെറ്റ് ബട്ടൺ അമർത്തും ഇവിടെ വന്നു. നെക്സ്റ്റ് അടിക്കുമ്പോൾ ഈ ഒരു ലൈൻ എക്സിക്യൂട്ട് ചെയ്തു. അങ്ങനെ നെക്സ്റ്റ് അടിക്കുമ്പോൾ ഈ ഒരു ലൈൻ എക്സിക്യൂട്ട് ചെയ്തു. സോ ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഇപ്പോൾ ഒന്നുമില്ല, എം ടി സ്ട്രിങ് ആണ്. പക്ഷേ ഈ ഒരു ലൈൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് അത് ഡിസ്പ്ലേ നണ്ണാവണം. അപ്പോഴാണ് ഇത് ഡിസ്പ്ലേ റീസെറ്റ് ബട്ടൺ നണ്ണാവും. കണ്ടോ, ആ റീസെറ്റ് ബട്ടൺ പോയി. ഓക്കെ, സോ അങ്ങനെ ഓരോരോ ലൈൻ ബൈ ലൈൻ എക്സിക്യൂട്ട് ചെയ്യാനാണ് ഈ സ്റ്റെപ്പ് ഓവർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് സ്റ്റെപ്പ് ഇൻ ആണ്. അതായത് ഇവിടെ നമ്മൾ സ്റ്റെപ്പ് ഓവർ അടിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേറ്റ്മെന്റിലോട്ട് പോകും, അതായത് ക്ലോസിംഗ് ബ്രാക്കറ്റിലോട്ട് പോകും. ഈ ഡിസ്പ്ലേ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ്. നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെന്റിലോട്ട് പോകേണ്ട, ഈ ഡിസ്പ്ലേ ഫംഗ്ഷൻ്റെ ഉള്ളിലോട്ട് പോകാൻ പറയാനാണ് ഈ സ്റ്റെപ്പ് ഇൻ ഫംഗ്ഷൻ. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഡിസ്പ്ലേ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഈ ഫംഗ്ഷൻ അകത്തോട്ട് പോകും. ഓക്കെ, പിന്നെ നമ്മൾ ഇതിനകത്ത് വേണമെങ്കിൽ ഓരോരോ സ്റ്റെപ്പായിട്ട് നമുക്ക് പോവാം. ഓക്കെ, ഈ ഫംഗ്ഷൻ്റെ ഉള്ളിലത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞാൽ നമുക്ക് എവിടുന്നാണോ ഫംഗ്ഷൻ കോൾ ചെയ്ത് അങ്ങോട്ട് തിരിച്ചു പോകണമെങ്കിൽ ഈ അപ്പർ ആരോ ആണ്, ഇതാണ് സ്റ്റെപ്പ് ഔട്ട് ഫംഗ്ഷൻ. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, നമ്മൾ ഡിസ്പ്ലേ ക്വസ്റ്റ്യൻ എവിടുന്നാണോ വിളിച്ച് അതിൻ്റെ തൊട്ടപ്പുറത്തെ ലൈനിൽ പോയി വന്നു. ഓക്കെ, ചില സമയത്ത് നമ്മൾ ഡീബഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ബ്രേക്ക് പോയിന്റ്സ് ഡിസേബിൾ ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. ഓക്കെ, തൽക്കാലത്തേക്ക് ഡിസേബിൾ ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാം ഒരുമിച്ച് ഡിസേബിൾ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, അത് അമർത്തി കഴിഞ്ഞാൽ എല്ലാ ബ്രേക്ക് പോയിന്റും താൽക്കാലികമായി ഡിസേബിൾ ആവും. അപ്പോൾ ബ്രേക്ക് പോയിന്റ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. പിന്നെ ഈ ബ്രേക്ക് പോയിന്റിൽ നമുക്ക് കണ്ടീഷൻസ് കൊടുക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മളിവിടെ ബ്രേക്ക് പോയിന്റ് ഇട്ടിട്ടുണ്ട്. നമ്മളിവിടെ കറണ്ട് ക്വസ്റ്റ്യൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇൻഡെക്സ് ഉണ്ട്. ആ കറണ്ട് ക്വസ്റ്റ്യൻ ഇൻഡെക്സ് ആണ് ഇപ്പോൾ എത്രാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമുക്ക് കറണ്ട് ക്വസ്റ്റ്യൻ ഇൻഡെക്സ് 1 ആകുമ്പോൾ മാത്രമാണ് നമുക്ക് എറർ വരുന്നത്. അപ്പോൾ ഇതിൽ എല്ലാ ക്വസ്റ്റ്യനും ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 50 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലോ. സോ അങ്ങനത്തെ കേസുകൾ നമുക്കിവിടെ കണ്ടീഷൻ കൊടുക്കാൻ പറ്റും. നമ്മൾ ഈ ബ്രേക്ക് പോയിന്റിൽ എഡിറ്റ് ഉണ്ട്, എഡിറ്റ് അടിച്ച് കഴിഞ്ഞിട്ട് നമുക്കിവിടെ കണ്ടീഷൻ കൊടുക്കാൻ പറ്റും. കറണ്ട് ക്വസ്റ്റ്യൻ ഇൻഡെക്സ് 1 ആണെങ്കിൽ മാത്രം ബ്രേക്ക് ചെയ്താൽ മതിയെന്ന്. ഓക്കെ, സോ അങ്ങനെ വരുന്ന സമയത്ത് ഫസ്റ്റ് തവണ ക്ലിക്ക് ചെയ്യുമ്പോൾ കറണ്ട് ക്വസ്റ്റ്യൻ ഇൻഡെക്സ് 0 ആണ്, അത് ബ്രേക്ക് ചെയ്യത്തില്ല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ക്ലിക്ക് ചെയ്യുമ്പോഴായിരിക്കും അതവിടെ ബ്രേക്ക് ചെയ്യുക. കറണ്ട് ക്വസ്റ്റ്യൻ ഇൻഡെക്സ് അവിടെ 1 ആണ്. സോ ബ്രേക്ക് പോയിന്റ് ഇങ്ങനെ ഇടാം, അല്ലെങ്കിൽ വേറൊരു വഴിയുടെ കോഡിൽ തന്നെ നമുക്ക് ബ്രേക്ക് പോയിന്റ് ഇടാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഈ സെലക്റ്റഡ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞ് ഈ സെലക്ട് ഓപ്ഷനകത്ത് ഡീബഗ്ഗർ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് സെമിക്കോളൻ ഇടുക. അതിട്ട് കഴിഞ്ഞാൽ അത് ബ്രേക്ക് പോയിന്റ് ആണ്. കോഡിൽ ബ്രേക്ക് പോയിന്റ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. സോ റിഫ്രഷ് അടിച്ച് കഴിഞ്ഞിട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടോ, ഈ ഡീബഗറിനകത്ത് അത് ബ്രേക്ക് ആവും. സോ ഇങ്ങനെ ഡീബഗ് ഇട്ട് എന്ന് വെച്ചിട്ട് ഡെവലപ്പർ ടൂൾസ് തുറക്കുമ്പോൾ മാത്രമേ അവിടെ ബ്രേക്ക് ചെയ്യത്തുള്ളൂ. ഫോർ എക്സാമ്പിൾ സാധാരണ ഒരു യൂസറിന് ഇത് ക്ലോസ് ചെയ്യുവാണെങ്കിൽ അവിടെ കോഡിനകത്ത് ഡീബഗർ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ബ്രേക്ക് ആവത്തില്ല. അത് ഇൻസ്പെക്ട് എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ അത് ബ്രേക്ക് ആവത്തുള്ളൂ. പിന്നെ നമുക്കിവിടെ കോൾ സ്റ്റാക്ക് ഉണ്ട്. കോൾ സ്റ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എവിടുന്നാണ് ഈ കോഡ് കോൾ ചെയ്തിരിക്കുന്നത്. സോ ഫോർ എക്സാമ്പിൾ സ്ക്രിപ്റ്റ് 29 നിന്നാണ് ഈ ഒരു ക്ലിക്കിൻ്റെ ഇവൻറ്റ് ലിസ്ണർ വഴിയാണ് ഈ സെലക്ട് ഓപ്ഷൻ ഇവിടെ കോൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ നമ്മളിതിപ്പോൾ ബ്രേക്ക് പോയിന്റ് ഇവിടെ പോയി ഇതിനകത്ത് പോയി ഈ ഫംഗ്ഷൻ അകത്ത് പോയി കഴിഞ്ഞാൽ കണ്ടോ, അനോണിമസ് ഫംഗ്ഷൻ സെലക്ട് ഓപ്ഷൻ എന്നായിരുന്നു ഡിസ്പ്ലേ ക്വസ്റ്റ്യൻ വിളിച്ചാൽ ഏത് ഓർഡറിലാണ് ഈ ഫംഗ്ഷൻ വിളിച്ചാൽ ആ കോൾ സ്റ്റാക്ക് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, സോ ഇനി നമുക്ക് അടുത്തത് ഈ നെറ്റ്വർക്ക് ടാബ് എന്താണെന്ന് നോക്കാം. ഓക്കെ, സോ നെറ്റ്വർക്ക് ടാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്നും സെർവറിലോട്ട് അയക്കുന്ന എല്ലാ നെറ്റ്വർക്കിൻ്റെ റിക്വസ്റ്റുകൾ നമുക്ക് ഇവിടെ വരും. ഫോർ എക്സാമ്പിൾ ഈ ഒരു പേജ് ലോഡ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഒരു HTML വേണം, അതാണ് ഫസ്റ്റ് ലോഡ് ആവുന്നത്. പിന്നെ ആ HTML-നകത്തു നിന്നാണ് ഈ CSS-ഉം ജാവാസ്ക്രിപ്റ്റും ലോഡ് ചെയ്തിരിക്കുന്നത്. സോ അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ നമ്മളുടെ ആപ്ലിക്കേഷനകത്ത് നിന്ന് ഈ ക്വസ്റ്റ്യൻസ് എടുക്കാൻ വേണ്ടിയിട്ട് 3 ക്വസ്റ്റ്യൻസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫെച്ച് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്, ഒരു API റിക്വസ്റ്റ്. അതാണ് അടുത്തവിടെ കാണിക്കുന്നത്, അതിൻ്റെ റെസ്പോൺസ് കാണിക്കുന്നത്. ഇത് ഏതെടുത്താലും അതിനകത്ത് നമ്മുടെ റിക്വസ്റ്റ് ഹെഡേഴ്സിനകത്ത് കാണാൻ പറ്റും. നമ്മൾ കൊടുത്ത റിക്വസ്റ്റ് അത് സക്സസ്ഫുൾ ആണെങ്കിൽ 200 ഒക്കെ വരും. ഓക്കെ, പിന്നെ അതിൻ്റെ ഹെഡേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. പിന്നെ അതിൻ്റെ റെസ്പോൺസ് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് നമുക്ക് കിട്ടുന്ന റെസ്പോൺസ്, അതാണ് നമ്മൾ ക്വസ്റ്റ്യനായിട്ട് ഇവിടെ കാണിക്കുന്നത്. പിന്നെ അതിനെ പ്രിവ്യൂ ആയിട്ട് കാണിക്കണമെങ്കിൽ ഇതേപോലെ നമുക്ക് ഒബ്ജക്റ്റായിട്ട് ഇങ്ങനെ കാണിക്കും, എളുപ്പത്തിൽ കാണാൻ വേണ്ടിയിട്ട്. അതാണ് ഇതിൻ്റെ പ്രിവ്യൂ. സോ പിന്നെ ഇതിൻ്റെ ടൈമിങ്ങും പിന്നെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തുകൊണ്ട് API സ്ലോ ആവണം എന്നൊക്കെ ഡീബഗ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ടൈമിംഗ് നമുക്ക് നോക്കാൻ പറ്റും. ഇനീഷ്യേറ്റർ ആരാണ് ഇത് ഇനീഷ്യേറ്റ് ചെയ്ത് ഈ ഓർഡറിൽ നമുക്ക് കാണാൻ പറ്റും. ഈ question.json എന്ന് പറഞ്ഞ ഫയൽ ഇനിഷ്യേറ്റ് script.js ആണ്. ഓക്കെ, script.json എന്നാണ് നമുക്ക് ഈ question.json ഇനീഷ്യേറ്റ് ചെയ്ത് ആ script.js ലോഡ് ചെയ്തിരിക്കുന്നത് index.html എന്നാണ്. ഓക്കെ, സോ അങ്ങനത്തെ ഒരു കോളിൻ്റെ ഒരു ഇനീഷ്യേഷൻ ചെയിൻ ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഏത് ലൈനിൽ നിന്നാണ് ഈ കോൾ ഇനീഷ്യേറ്റ് ചെയ്തതെന്ന് ഇവിടെ കാണിക്കുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ട്, ഈ ലൈനിൽ നിന്നാണ് ഈ കോൾ ഇനീഷ്യേറ്റ് ചെയ്ത് തുടങ്ങിയ ഡീറ്റെയിൽസൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നെറ്റ്വർക്ക് നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ പറ്റും. API റിക്വസ്റ്റ് മാത്രം മതിയെങ്കിൽ അത് ഫിൽറ്റർ ചെയ്യാൻ പറ്റും. ജാവാസ്ക്രിപ്റ്റ് മാത്രം മതിയെങ്കിൽ അത് എല്ലാം വേണമെങ്കിൽ അത് കാണിക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ പേര് വെച്ചിട്ട് നമുക്ക് ഫിൽറ്റർ ചെയ്ത് നമുക്ക് API റിക്വസ്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് APIയുടെ റെസ്പോൺസിനകത്ത് വല്ല ഡാറ്റയുണ്ട്. ഒരുപാട് APIs ഉണ്ട്. അതിനകത്ത് റെസ്പോൺസിനകത്ത് ഫോർ എക്സാമ്പിൾ ഈ ബെർലിൻ എന്ന് പറഞ്ഞ റെസ്പോൺസ് വരുന്നത് ഏത് API-നകത്ത് നിന്നാണെന്ന് അറിയണമെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻസ് സെർച്ച് കമാൻഡ് F അല്ലെങ്കിൽ കൺട്രോൾ F അടിച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഫൈൻഡ് വരും. അതിനകത്ത് ബെർലിൻ അടിച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതെവിടെയാണ് ഏത് റെസ്പോൺസിനകത്ത് വരുന്നത് കാണാൻ പറ്റും. ആ റിക്വസ്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റും.
പിന്നെ നമുക്ക് പല ഡിവൈസിലായിരിക്കും ഈ നമ്മുടെ വെബ് ആപ്ലിക്കേഷൻ ലോഡ് ചെയ്യുന്നത്. ചിലപ്പോൾ സ്ലോ ഡിവൈസിൽ ചിലപ്പോൾ ബഗ് വരും. സ്ലോ ഡിവൈസുകളിൽ അല്ലെങ്കിൽ സ്ലോ നെറ്റ്വർക്കുള്ള സമയത്ത് ഇന്ന ബഗ് വരുന്നുണ്ട് എന്ന് പറയാം. അപ്പോൾ നമുക്കിവിടെ ത്രോട്ട്ലിംഗ് ഉണ്ട്. ത്രോട്ട്ലിങ്ങിനകത്തൊക്കെ സ്ലോ 4G 3G എന്നൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇത് റിഫ്രഷ് ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും, ഇതിനകത്ത് കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും ഇതൊക്കെ ലോഡ് ചെയ്യുക. ഓക്കെ, അങ്ങനെ വല്ല സ്ലോനെസ് കാരണം വലിയ ഇഷ്യൂ ഉണ്ടെങ്കിൽ ഡീബഗ് ചെയ്യാൻ നമുക്ക് ത്രോട്ട്ലിംഗ് കാണിക്കാൻ പറ്റും. അങ്ങനെ ത്രോട്ട്ലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ നെറ്റ്വർക്കിൻ്റെ അവിടെ ഒരു ഐക്കൺ കാണിക്കും, ത്രോട്ട്ലിംഗ് കൊടുത്തിട്ടുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അവിടെ ഹവർ ചെയ്ത് കഴിഞ്ഞാൽ നെറ്റ്വർക്ക് ത്രോട്ട്ലിംഗ് എനേബിൾ ചെയ്തിട്ടുണ്ട്, സൂക്ഷിക്കാനൊക്കെ പറയും. സോ പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, അത് മിക്കവാറും നമ്മുടെ ഒരു പേജ്, ഒരു വെബ് ആപ്ലിക്കേഷൻ ആകുമ്പോൾ ഒരു പേജ് ലോഡ് ചെയ്യും, അപ്പോൾ തന്നെ അത് റീഡയറക്റ്റ് ചെയ്ത് വേറെ പേജിലോട്ട് പോകും. അങ്ങനെ 2-3 പേജിലോട്ടൊക്കെ ചില സമയത്ത് പോകാറുണ്ട്. അപ്പോൾ നമ്മൾ മുന്നത്തെ പേജിലെ API കോൾ ഏതാണെന്ന് നമുക്ക് അറിയേണ്ടതായിട്ട് വരും. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പുതിയ പേജ് ലോഡ് ചെയ്യുമ്പോൾ ഈ പറയുന്ന എല്ലാ API ലോഗ്സും പോകും. ഫോർ എക്സാമ്പിൾ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ, അത് പുതിയ കോൾസ് ആയിരിക്കും ഇവിടെ വരും. അപ്പോൾ നമുക്കിവിടെ പ്രിസർവ് ലോഗ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പഴയ ലോഗ് അവിടെ തന്നെ അടങ്ങുന്നുണ്ട്, പുതിയ ലോഗ് അടിയിൽ വരും. അങ്ങനത്തെ കേസുകളിൽ ചില സമയത്ത് നമുക്ക് ലോഗ് പ്രിസർവ് ചെയ്യേണ്ട കേസുകളിൽ നമുക്ക് പ്രിസർവ് ലോഗ് കൊടുത്തു കഴിഞ്ഞാൽ മുന്നത്തെ പേജ് റിഫ്രഷിലൊക്കെ വന്നാൽ API റിക്വസ്റ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഡിസേബിൾ ക്യാഷ് ഉണ്ട്. മിക്കവാറും ഇവിടെ ക്യാഷ് ലോക്കൽ ക്യാഷ് എന്നായിരിക്കും എടുക്കുക ഒരു തവണ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഡീബഗ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്കത് ക്യാഷ് മിക്കവാറും ബുദ്ധിമുട്ടാക്കാം, നമ്മൾ ക്യാഷ് ഡിസേബിൾ ചെയ്യാറുണ്ട് ചില സമയത്ത്. ഓക്കെ, സോ നമ്മൾ ഇത്ര നേരം കണ്ടത് നമ്മൾ ഒരു പ്ലെയിൻ ജാവാസ്ക്രിപ്റ്റ് നമ്മൾ എഴുതിയിട്ട് അത് തന്നെ ബ്രൗസറിൽ ലോഡ് ചെയ്യുന്ന ഒരു കേസാണ്. അത് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള കേസാണ് നമുക്ക് ഡീബഗ് ചെയ്യാനൊക്കെ. പക്ഷേ മോഡേൺ വെബ് ആപ്ലിക്കേഷൻ, പ്രത്യേകിച്ച് ഫ്രണ്ട് എൻഡ് ആപ്ലിക്കേഷൻസ് ഒന്നും അങ്ങനെയല്ല ഇപ്പോൾ ഉണ്ടാവാറ്. അതായത് അത് ബേസിക്കലി റിയാക്ട്, വൂ, ആംഗുലർ തുടങ്ങിയ ഫ്രെയിംവർക്കിലാണ് എഴുതുന്നത്. അത് ജാവാസ്ക്രിപ്റ്റിൽ തന്നെ എഴുതണമെന്നില്ല. ഫോർ എക്സാമ്പിൾ റിയാക്ട് JSX-ലാണ് എഴുതുന്നത്. ആ JSX ഒന്നും ബ്രൗസർക്ക് മനസ്സിലാകത്തുമില്ല. അപ്പോൾ നമ്മൾ എഴുതുന്ന കോഡ് അവർ കൺവേർട്ട് ചെയ്ത് ജാവാസ്ക്രിപ്റ്റ് ആക്കും. അത് മാത്രമല്ല ഈ ജാവാസ്ക്രിപ്റ്റ് അവർ എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്ത് കുറച്ചുകൂടി മിനിഫൈഡ് ആക്കും, ആ ഫയലിൻ്റെ സൈസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ആ കോഡായിരിക്കും ഈ ബ്രൗസറിൽ ലോഡ് ചെയ്യുക. സോ മിനിഫൈഡ് കോഡ് ഏകദേശം കാണാൻ ഇങ്ങനെയൊക്കെ ആയിരിക്കും, ഒരൊറ്റ സിംഗിൾ ലൈനിലോട്ട് അവർ മിനിഫൈ ചെയ്യും. സോ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ബ്രേക്ക് പോയിന്റ് ഇടാനും ഡീബഗ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. സോ ആ പ്രശ്നം പരിഹരിക്കാനാണ് നമ്മൾ സോഴ്സ് മാപ്പുകൾ ഉപയോഗിക്കുന്നത്. സോഴ്സ് മാപ്പ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഫയൽ മിനിഫൈ ചെയ്യുമ്പോൾ ഈ ഫയലിലെ കോഡുകൾ മിനിഫൈ ചെയ്ത ഫയലിൽ എവിടെയാണ് എന്നുള്ളതിന് ഒരു മാപ്പ് ഫയൽ അവൻ ഉണ്ടാക്കി തരും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിന് പകരം നമുക്ക് റിയാക്ടിൻ്റെ പ്രൊജക്റ്റ് ലോഡ് ചെയ്യാം. ഓക്കെ, സോ ഇതൊരു റിയാക്ടിൻ്റെ പ്രൊജക്റ്റാണ്. ഇത് JSX-ലാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ നമ്മളൊരു കൺസോൾ ലോഗ് പ്രിന്റ് ചെയ്യാണ്. ഫസ്റ്റ് തന്നെ റിയാക്ട് ആപ്ലിക്കേഷൻ സ്റ്റാർട്ടഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് ബ്രൗസർ ഒരിക്കലും ഈ JSX അല്ല എക്സിക്യൂട്ട് ചെയ്യുന്നത്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ റിയാക്ട് ആപ്ലിക്കേഷൻ സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ ലോഗ് കാണാൻ പറ്റും. അതിന് ചേർന്ന് തന്നെ ഒരു ഫയലും കാണിക്കുന്നുണ്ട്, app.js. അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ റിയാക്ട് ആപ്ലിക്കേഷനാണ് അവൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്, ജാവാസ്ക്രിപ്റ്റ് അല്ല. ആക്ച്വലി റിയാക്ട് അല്ല അവൻ എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ പോലും അവൻ ഇതിൻ്റെ റിയാക്ട് ആപ്ലിക്കേഷനാണ് അവൻ കാണിച്ചു തന്നിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഈ നെറ്റ്വർക്ക് ടാബിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് റിഫ്രഷ് ചെയ്ത് കഴിയുമ്പോൾ ഇവൻ ആകെ bundle.js ഫയൽ മാത്രമേ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളൂ. ഈ bundle.js ഫയലാണ് ആക്ച്വലി നമ്മളുടെ ഈ റിയാക്ടിൻ്റെ ആപ്ലിക്കേഷനൊക്കെ കമ്പൈൽ ചെയ്ത് കിട്ടുന്ന ഒരു ഫയൽ. ഓക്കെ, സോ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ആപ്ലിക്കേഷൻ ഡീബഗ് ചെയ്യാനൊക്കെ ഒരു വലിയ പാടാണ്. സോ അങ്ങനത്തെ ഒരു കേസിൽ ഇവർ അറ്റ്ലീസ്റ്റ് ഡെവലപ്മെൻറ്റ് മോഡിലെങ്കിലും ഈ റിയാക്ട് പോലുള്ള ആപ്ലിക്കേഷൻ ഇതിൻ്റെ ഏറ്റവും ചുവട്ടിൽ ഒരു മാപ്പ് ഫയൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ബ്രൗസർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ bundle.js ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു മാപ്പ് ഫയലും കൂടി ഡൗൺലോഡ് ചെയ്യും. അതിനകത്ത് നമ്മളുടെ കോഡും പിന്നെ ഈ പറയുന്ന ഫൈനൽ ഔട്ട്പുട്ട് നമ്മളുടെ ഒരു മാപ്പ് ഉണ്ടാവും. സോ അതുകൊണ്ടാണ് നമുക്ക് ഈ സോഴ്സിനകത്ത് ഇത് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നെറ്റ്വർക്ക് ടാബിനകത്ത് നിന്ന് നമുക്ക് ഈ bundle.js.map ഡൗൺലോഡ് ചെയ്ത് കാണാൻ പറ്റുന്നില്ല. കാരണം അതൊരു ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഫയലായതുകൊണ്ട് ക്രോം മിക്കവാറും അത് കാണിക്കത്തില്ല. അത് കാണിക്കണമെങ്കിൽ ഈ 3 കുത്ത് മെനു എടുത്ത ശേഷം മോർ ടൂൾസിനകത്ത് ഡെവലപ്പർ റിസോഴ്സ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്യുന്നതും കാണാൻ പറ്റും. സോ അങ്ങനെയാണ് ഈ പറയുന്ന ഈ സോഴ്സ് മാപ്പ് കാണുന്നത്. ഈ സോഴ്സ് മാപ്പിനകത്ത് നമുക്ക് വേണമെങ്കിൽ ബ്രേക്ക് പോയിന്റ് ഇടാം. ഈ ബ്രേക്ക് പോയിന്റ് ഇടുമ്പോൾ ഇത് ശരിക്കും റിയാക്റ്റിലല്ല ബ്രേക്ക് പോയിന്റ് ഇടുന്നത്, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ജാവാസ്ക്രിപ്റ്റ് ഫയലിലായിരിക്കും ബ്രേക്ക് പോയിന്റ് ഇടുന്നത്. പക്ഷേ നമ്മൾ ഒരു ഡെവലപ്പർ കാണുമ്പോൾ നമുക്ക് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് അവിടെ ബ്രേക്ക് പോയിന്റ് വരികയും ചെയ്യും. നമ്മളിവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ മാപ്പിനകത്ത് ചില നമ്പറുകൾ ഗ്രേഡ് ഔട്ട് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. ഓക്കെ, ഈ ഗ്രേഡ് ഔട്ട് ചെയ്ത നമ്പർ എന്ന് പറഞ്ഞാൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് മാപ്പ് നമ്മളുടെ ജാവാസ്ക്രിപ്റ്റ് ഫയൽ കിട്ടിയില്ല എന്നർത്ഥം. സോ അവിടെ നമുക്ക് ബ്രേക്ക് പോയിന്റ് ഇടാൻ പറ്റത്തില്ല. ഈ ഡാർക്ക് ഗ്രേ കാണുന്നവിടെ മാത്രമേ നമുക്ക് ഇതേപോലെ ബ്രേക്ക് പോയിന്റ് ഇടാൻ പറ്റത്തുള്ളൂ. പിന്നെ വേറൊരു കാര്യം സൂക്ഷിക്കേണ്ടത്, ഈ മാപ്പിംഗ് എപ്പോഴും 100% പെർഫെക്റ്റ് ആവത്തില്ല. അപ്പോൾ ചില സമയത്ത് നമ്മൾ ഒരു ബ്രേക്ക് പോയിന്റ് ഇടണം എന്ന് പറഞ്ഞ സ്ഥലത്തായിരിക്കും ചിലപ്പോൾ ആക്ച്വലി ബ്രേക്ക് പോയിന്റ് വീഴുന്നത്. അങ്ങനെ ചില സമയത്ത് ചില എറർ വരും. അപ്പോൾ നമ്മൾ കുറച്ച് മുകളിലോട്ടോ താഴത്തോട്ടൊക്കെ ബ്രേക്ക് പോയിന്റ് ഇട്ടിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാവുന്നതാണ്. സോ ഈ സെറ്റിങ്സിനകത്ത് നമ്മൾ പോയി നോക്കിക്കഴിഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റ് സോഴ്സ് മാപ്പ് എന്ന് പറഞ്ഞൊരു ലിങ്കാണ്. ഇത് എനേബിൾ ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഈ സോഴ്സ് മാപ്പും തമ്മിലുള്ള മാപ്പൊക്കെ ചെയ്തിട്ട് അവൻ നമ്മൾ റിയാക്ട് നമുക്ക് കാണിച്ചു തരുന്നത്. ഇത് നമ്മൾ എടുത്ത് കളഞ്ഞു എന്ന് വിചാരിക്കുക, എന്നിട്ട് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സോഴ്സ് മാപ്പ് കിട്ടത്തില്ല. ആ അവിടെ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിയൽ ഫയലിൽ എവിടെയാണോ അവിടെയാണ് ഈ ടൂൾ കാണിച്ചു തന്നിരിക്കുന്നത്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി ഇതാണ് അവൻ മിനിഫൈ ചെയ്തിട്ടുള്ള നമ്മുടെ യഥാർത്ഥ കോഡ്.
നമുക്ക് തിരിച്ച് വീണ്ടും സോഴ്സ് മാപ്പ് എനേബിൾ ചെയ്യാം. സോ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് സോഴ്സ് മാപ്പ് ബിൽഡ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ റിയാക്ട് ആപ്ലിക്കേഷനിൽ മിക്കവാറും അവൻ വെബ് പാക്ക് ഉപയോഗിച്ചിട്ടാണ് ഇതെല്ലാം ബിൽഡ് ചെയ്യുന്നത്. ആ വെബ് പാക്കിൽ തന്നെ ബൈ ഡിഫോൾട്ട് ഡെവലപ്മെൻറ്റ് എൻവറോൺമെൻറ്റിൽ എപ്പോഴും സോഴ്സ് മാപ്പ് ഉണ്ടാവും. അതുകൂടാതെ തന്നെ നമുക്ക് കോൺഫിഗർ ചെയ്യാം. ഇപ്പോൾ വെബ് പാക്കോ റോളപ്പോ അങ്ങനത്തെ എന്ത് ബിൽഡ് ടൂൾ ആണെങ്കിലും അതിനകത്ത് സോഴ്സ് മാപ്പ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോൺഫിഗറേഷൻസ് ഉണ്ടാവും. അത് കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെവലപ്മെൻറ്റിലും പ്രൊഡക്ഷനിലും എല്ലാത്തിലും നമുക്ക് വേണമെങ്കിൽ സോഴ്സ് മാപ്പ് കോൺഫിഗർ ചെയ്താൻ പറ്റും. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് ക്രോമിൻ്റെ ഓവർറൈഡ് ഫീച്ചറുകളാണ്. സോ അത് ബേസിക്കലി നമുക്ക് നമ്മളൊരു ജാവാസ്ക്രിപ്റ്റിലെ ഫിക്സ് നമുക്ക് പ്രൊഡക്ഷനിൽ ടെസ്റ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലൈവ് APIയിലെ ഡാറ്റ മാറ്റി ടെസ്റ്റ് ചെയ്യണമെങ്കിലോ അങ്ങനെയൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു ഫീച്ചറാണ് ഓവർറൈഡ്സ്. സോ ഇപ്പോൾ തന്നെ വീഡിയോ അത്യാവശ്യം ലെങ്ത് ആയതുകൊണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. സോ സ്റ്റേ ട്യൂൺഡ്.